ഒമാൻ MOH വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന നഴ്സുമാർക്കായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഒമാൻ MOH വൈവ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വൈവ ഉണ്ടാവുക, ഭയങ്കര ടഫാണോ അല്ലെങ്കിൽ ഈസി ആയിരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ MOH പിയേഴ്സൺ വ്യൂ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒമാൻ MOH വൈവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. പക്ഷേ വൈവയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു സ്പോൺസർ നമുക്ക് ഓഫർ ലെറ്റർ തന്നിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അപ്പം അങ്ങനെയാണ് ഒമാനിലെ MOH നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ഒരു എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫർ ലെറ്റർ കാര്യങ്ങളും വെച്ചിട്ട് അവർ തന്നെയാണ് വൈവയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പം നിങ്ങൾ എടുക്കുന്ന സ്പോൺസർ തന്നെ വൈവയ്ക്ക് വേണ്ട അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അത് അവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒമാനിലേക്ക് വിസിറ്റ് വിസയോ അല്ലെങ്കിൽ അവർ തരുന്ന വിസയിൽ നമുക്ക് വന്നിട്ട് ഈ വൈവ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം അവർ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അത് അവർ അപ്ലൈ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യണോ അതോ വീണ്ടും റിട്ടേൺ ചെയ്യണോ എന്നും കൂടെ അവർ നോക്കും. ചില കേസസിൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ വരും. പക്ഷേ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അത് വീണ്ടും നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ മെയിൽ വരുമ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ റീസബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ അപ്രൂവലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫീസ് അടച്ചിട്ട് നമുക്ക് എക്സാമിൻ്റെ അല്ലെങ്കിൽ വൈവയുടെ ഡേറ്റ് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഫീസ് പേയ്മെൻറ്റ് കഴിഞ്ഞ് വൈവയുടെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കിട്ടും. ഒരു 1 വീക്ക് ഒരു 2 വീക്സിനകത്ത് നമുക്ക് വൈവയുടെ ഡേറ്റ് കിട്ടുന്നതാണ്. ഒരുപാട് ഡിലേ ഇല്ല. അഥവാ ഡിലേ വരുവാണെങ്കിലും മാക്സിമം ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ, അത് മാക്സിമം ആണ് കേട്ടോ, മാക്സിമം ഒരു 1 മന്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വൈവയുടെ ഡേറ്റ് കിട്ടും. അപ്പോൾ വൈവയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈവ അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾ വൈവയ്ക്കായിട്ട് ഒമാനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈവയ്ക്ക് പോകേണ്ട വഴി എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു സ്പോൺസറിൻ്റെ കീഴിലോ വന്നു കഴിഞ്ഞാൽ അവർ ട്രാൻസ്പോർട്ടേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അതല്ല തനിച്ച് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽഖുവൈർ നോർത്ത് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഈ റൂവി ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ടാക്സിയിൽ അവരോട് പറഞ്ഞാൽ മതി മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ആ ലൊക്കേഷനിൽ നിങ്ങളെ കൊണ്ടാക്കി തരും. ശ്രദ്ധിക്കുന്ന 2 ലൊക്കേഷൻ ഉണ്ട്. ഒന്ന് പഴയ ബിൽഡിംഗ് ആണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ, അവരോട് പറഞ്ഞാൽ പുതിയ ബിൽഡിങ്ങിൽ പുതിയ സ്ഥലത്തേക്കാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പം നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെക്യൂരിറ്റി ഗേറ്റിൽ അവരോട് പറഞ്ഞാൽ മതി വൈവ അറ്റൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരകത്തേക്ക് കയറ്റി വിടും. കയറി വന്നതിന് ശേഷം റിസപ്ഷനിൽ നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുക, അവരവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. വെയിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും അവർ. അപ്പോൾ ആദ്യം ഒരാൾ വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അവർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്പർ ഉണ്ടാവും, ആരാണ് ആദ്യം പോണത് രണ്ടാമത് പോകുന്നത്, അങ്ങനെയുള്ളൊരു അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ആ അലോട്ട്മെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത നമ്പറിനനുസരിച്ചിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതാണ് കേട്ടോ. ഇനിയാണ് മെയിൻ പാർട്ട് വരുന്നത്. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ടഫാണോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ അത് ഈസി ആണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആരും അതിന് ചെറുതായിട്ടുള്ളൊരു ആൻസർ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടെൻഷൻ അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒമാൻ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട. അത്ര വലിയ ടഫോ അല്ലെങ്കിൽ പാസ്സാവാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. അത് വളരെ ഈസിയാണ്. ഈസി മീൻസ് അത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് എങ്ങനെയാണോ അതിനോട് നമ്മൾ കാണിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈസിയും ടഫും ആവുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് വൈവ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നോളജ് അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ പക്കയാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പം നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരിക്കുക. അതേപോലെ തന്നെ കേസ് സീനറിയോ കാര്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യേണ്ടത്, എന്താണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നല്ലോണം പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൂടെ തന്നെ അതല്ലാണ്ട് ഫണ്ടമെൻ്റൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നഴ്സസ് വരുന്ന കാര്യങ്ങളെല്ലാം
നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നും വരാം. പിന്നെ രണ്ടാമതൊരു കാര്യം നോക്കാനുള്ളത്, ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വേണം നിങ്ങളവിടെ ആൻസേഴ്സും കാര്യങ്ങളും പറയാൻ. ഒരിക്കലും വാക്കുകൾക്ക് വേണ്ടി പരതാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ പഠിച്ചിട്ടാണെങ്കിലും ആ ഒരു ലാംഗ്വേജ് നിങ്ങളുടെ വേർഡ്സിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളവിടെ ബ്രേക്ക് വരാതെ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ നോളജ് അല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്ന കാര്യം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പം നിങ്ങൾ ലാംഗ്വേജ് മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷിലായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതേപോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളിപ്പം പഠിച്ച അതേപോലെ വേർഡ്സ് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ വേർഡ്സ് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. മെയിനായിട്ടുള്ള കാര്യം അവിടെ നമ്മൾ ആൻസർ അവരെ പറഞ്ഞ് കേൾപ്പിക്കുക അല്ലെങ്കിൽ ആൻസർ അവരെ കൺവേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈവ ഒരിക്കലും അത്ര ടഫുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വൈവ പാസ്സാവാൻ സാധിക്കും. പിന്നെ ചില ആളുകളോടൊക്കെ അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ച് അവരോട് തന്നെ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പാസ്സായ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ പഠിച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസിക്സ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട, ഷുവറായിട്ട് നിങ്ങൾ പാസ്സാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതാണ് കേട്ടോ.